അരുൺ ഇർഫാനയുടെ വീട്ടിൽ നിന്ന് അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കാണാം. ഓരോരുത്തരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വലിയ തോതിലുള്ള സങ്കടം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഒരിക്കലും അവർ ഇന്നുണ്ടാകില്ല, ഇന്നത്തെ പുലരി കാണാൻ അവരുണ്ടാകില്ല എന്നുള്ളത് ആരും കരുതിയിരുന്നില്ല. ഇപ്പോൾ ഐഷയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വീട്ടിലേക്ക് എത്തുകയാണ്. അരുൺ അമ്മനാഥ് ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ ഇന്നലെ രാത്രി മുഴുവൻ കാത്തിരിപ്പായിരുന്നു. എപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുമകളെ കാണാം, എപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുമകളെ കാണാൻ കഴിയുമെന്നുള്ള ആ വേദന നിറഞ്ഞ കാത്തിരിപ്പ്. ഇതാ ഇപ്പോൾ ആംബുലൻസ് ഐഷയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. മൃതദേഹം അല്പസമയത്തിനകം അവളുടെ വീട്ടിലേക്ക് എത്തും. വലിയ തോതിലുള്ള വിലാപങ്ങൾ ഉയർന്നു കേൾക്കാം. കാരണം ഒരിക്കലും ഈ കുഞ്ഞുമക്കൾ ഇന്നത്തെ പുലരിയിൽ ഉണ്ടാകില്ല എന്ന് ഒരിക്കലും അവർ വിചാരിച്ച് കാണില്ല. അരുൺ, വലിയ തോതിലുള്ള വേദന, നമ്മുടെ കൂടി ഉള്ളു പിടയുന്ന രംഗങ്ങളാണ് അരുൺ. ഇനിയിപ്പോൾ മൃതദേഹം അവിടെ എത്തിക്കുന്ന നടപടികൾ, ആംബുലൻസ് എത്താറായോ, വീടിൻ്റെ തൊട്ടരികത്തിലെ ആംബുലൻസ് എത്തിയോ, ഈ ചടങ്ങുകൾക്കൊക്കെയുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടോ അരുൺ? അരുൺ അമർനാഥ്, കേൾക്കാമെങ്കിൽ ഇപ്പോൾ നിദ ഫാത്തിമയുടെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഇതാ വീട്ടിലേക്ക് എത്തുന്നു. വലിയ തോതിലുള്ള വിലാപങ്ങൾ, സങ്കട കാഴ്ചകൾ, അതെല്ലാം ഇന്നലെ മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. ഇന്നിപ്പോൾ നിദ ഫാത്തിമ അവരുടെ അവസാന യാത്രയ്ക്ക് വേണ്ടി ആ വീട്ടിൽ ഇന്നലെ രാവിലെ പടിയിറങ്ങിപ്പോയതാണ്. ഇന്നിപ്പോൾ ചേതനയേറ്റ ദേഹമായി ആ വീട്ടിലേക്ക് എത്തുകയാണ് അന്ത്യയാത്രയ്ക്കായി. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 4 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ വഴിയാണ് കടന്നു പോയത്. ഈ വഴിയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 പേരുടെയും വീട്. ആദ്യം ഐഷയുടെ വീടാണ്. ഐഷയുടെ വീട്ടിലേക്ക് ഇപ്പോൾ മൃതദേഹം എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. 2 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ആയിരിക്കും വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. ശേഷം ഹാളിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞ നമ്മുടെ പ്രതിനിധികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവരുമായുള്ളൊരു സൗഹൃദത്തിൻ്റെ ഒരു അടുപ്പവും കഥയും തന്നെയാണ് പ്രദേശവാസികൾക്കും ഇവരെ പരിചയമുള്ളവർക്കും ഒക്കെ തന്നെ പറയാനുള്ള. ഐഷയെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞത് ഐഷയുടെ ആ കലാപരമായ മികവൊക്കെ ആയിരുന്നു. ഐഷ ഒപ്പനയിലും മറ്റ് പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ആളാണ്. ഒപ്പനയിലെ സ്ഥിരം മണവാട്ടിയാണ്. ഇന്നലെ അജ്ന പോലും ഐഷയെ പറ്റി പറയുമ്പോൾ അവരൊക്കെ നടുക്കം മാറാതെ തന്നെയാണ് പറയുന്നത്, നൊമ്പരത്തോടെയാണ് പറയുന്നത്. ഇനി അവരൊന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിൽ പോലും അതൊക്കെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ, അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആണ് ഈ നാട് എന്തായാലും പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വേദന എന്തായാലും നാടിന് ഉൾക്കൊള്ളാനാവുന്നതല്ല. ഇനിയും ഇങ്ങനെയൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പലതവണ നാട്ടുകാരൻ എല്ലാം പറഞ്ഞതാണ്. അത് ഇനി അവർക്കൊരു ഉറപ്പ് തന്നെ ലഭിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായൊക്കെയാണ് എന്തായാലും ഈ കളക്ട്രേറ്റിൽ യോഗമൊക്കെ ചേർന്നത്. ഇപ്പോൾ എന്തായാലും ഈ കുട്ടികളുടെ, നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷയായ, നമ്മുടെ ഭാവിയുടെ പ്രതീക്ഷകളായ കുട്ടികളായിരുന്നു. ഇനി ആ പ്രതീക്ഷകളില്ല, പ്രതീക്ഷകൾ അസ്തമിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് എങ്ങനെ നാടിന് ഉൾക്കൊള്ളാനാകും എന്നുള്ളതാണ്. നാടൊരിക്കലും അത് ഉൾക്കൊള്ളാനാകില്ല എന്നുള്ളത് തന്നെ. കാരണം കാലം എത്ര കഴിഞ്ഞാലും ഈ ആയുഷ്കാലം മുഴുവൻ ഒരു കറുത്ത പാടായി തന്നെ, കറുത്ത ഏടായി തന്നെ ഈ ഒരു പ്രദേശത്ത് ഒരു വിങ്ങലായി തന്നെ അത് അവശേഷിക്കും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വിങ്ങലായി തന്നെ ഈ 4 കുട്ടികളും അവശേഷിക്കും എന്നുള്ളതാണ്. ഐഷയ്ക്ക് 4 സഹോദരങ്ങളാണ്. 2 മൂത്ത സഹോദരിമാർ, 1 അനുജനുമാണുള്ളത്. ഇവർ ജാമിയ മിലിയയിലൊക്കെയാണ് സഹോദരിമാർ പഠിക്കുന്നത്. അവരൊക്കെ ഇന്നലെ രാത്രി തന്നെ അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ശ്രമങ്ങളും ക്രമീകരണങ്ങളൊക്കെ നടത്തിയതാണ്. ഒരു കുഞ്ഞനുജനുമാണ് ഐഷയ്ക്കുള്ളത്. ഐഷയുടെ ഉപ്പ ഈ നാട്ടിലെ ഇവിടെ തന്നെ കട നടത്തുന്ന ആളാണ്. നാട്ടിൽ എല്ലാവർക്കും തന്നെ സുപരിചിതനായ വ്യക്തിയാണ്. ഇവരെല്ലാവരും, ഈ കുട്ടികളെല്ലാവരും തന്നെ ഈ നാട്ടിലെ പ്രിയങ്കരായിരുന്നു. ശരി അരുൺ, സങ്കട കാഴ്ചകൾക്ക് അങ്ങനെ അവസാനമില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.